നമസ്കാരം ഗൈസ്, SRG യാത്രേന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കിൻക്ലേവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്ത് ഞാൻ ഒന്നും കൂടി വന്നതാണ്. നമ്മുടെ ആനന്ദേട്ടൻ്റെയും അതുപോലെ നിക്കിയും ഉണ്ട്, പിന്നെ അബിൻ ചേട്ടൻ്റെ വൈഫും ചെറിയ കൊച്ചു ഭാവിയും ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട്, വേറെ വണ്ടിയിൽ വരുന്നുണ്ട്. ഒരു നമ്മളെ നീലക്കുറിഞ്ഞി പോലെ സ്കോട്ട്ലാൻഡിലൊരു സ്ഥലത്ത് ഇങ്ങനെ കിൻക്ലേവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കിൻക്ലേവിനെ കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ തൊട്ട് മുമ്പിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കാണണം. അപ്പോൾ അത് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചത് കൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചില്ല. ഇനി ഞങ്ങൾ വേറെ സ്ഥലം വരെ പോവുകയാണ്. ടങ്കീൽഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സ്കോട്ട്ലാൻഡിലായാലും UK-യിലായാലും അതിമനോഹരമായ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ടങ്കീൽഡ്. അവിടെ ഒരു ഹെർമിറ്റേജ് എന്ന് പറഞ്ഞ ഒരു പാർക്ക് ഉണ്ട്. അവിടെ നമ്മൾ പോകുന്നത് എന്താ സംഭവം ഒക്കെ വഴി നമുക്ക് കാണിച്ചു തരാം. ഹെർമിറ്റേജ് പറയുമ്പോൾ ഏകദേശം സ്കോട്ട്ലാൻഡിൻ്റെ ഒരു നോർത്ത് അല്ലെങ്കിൽ ഒരു സെൻറ്റർ ആയിട്ട് വരും. ഈ നമ്മുടെ മെയിൻ സിറ്റിയായ എഡിൻബ്രയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറും, അതേപോലെ നമ്മുടെ മെയിൻ സിറ്റിയായ ഗ്ലാസ്കോ നിന്ന് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഡ്രൈവാണ് വരുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. കണ്ടില്ലേ, ഇപ്പോൾ സമ്മറായത് കൊണ്ട് തന്നെ നല്ല വെയിലും, റോഡൊക്കെ കണ്ടില്ലേ എന്താ കളറ്, വെയിലടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഞങ്ങൾ ഈ കിൻക്ലേവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടങ്കീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഏകദേശം ഒരു 9 മൈലാണ് 7 മൈലാണ് കാണിക്കുന്നത്. ഏകദേശം 18 മിനിറ്റ്. അപ്പോൾ 18 മിനിറ്റ് ഡ്രൈവാണ്. പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കാണാം സ്കോട്ട്ലാൻഡിൻ്റെ ഗ്രാമീണ ഭംഗി ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടുത്തെ പോകുന്ന വഴിക്കുള്ള വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ്. അതേപോലെ നേരോ റോഡാണ്, ചെറിയ റോഡാണ്, ഒരു 2 വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗ്രാമങ്ങളെല്ലാം അങ്ങനെയാണ്. നിങ്ങൾക്ക് അതേപോലെ ഇവിടെ പോകുന്ന വഴിക്ക് വലിയ ട്രാക്ടറൊക്കെ കാണും. എന്താ പൊളി. ഇതെന്തോ ഒരു ഫാമാണ് തോന്നുന്നു, ഫാമും വിത്ത് എന്തോ ഷോപ്പൊക്കെയാണ്. അത് വീടൊക്കെ നോക്കി എന്ത് ക്യൂട്ടാണല്ലേ. അതുപോലെ ഒരു കുതിര അതാ അവിടെ. നമ്മൾ എബിൻ ചേട്ടൻ അതാ ബാക്കിലതാ വണ്ടിയിൽ വരുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ കണ്ട ഗൈസ് വിൻഡോസിന്റെ വാൾപേപ്പർ പോലെ ഉണ്ടല്ലേ എവിടെയൊക്കെ. ഇപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴി കണ്ടില്ല, നേരോ റൂട്ടാണ്, വളരെ ചെറിയ റൂട്ടാണ്. കുഗ്രാമമായത് കൊണ്ട് തന്നെ ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനേ പറ്റുള്ളൂ. അതേപോലെ ഈ പോകുന്ന എല്ലാ റൂട്ടിലും ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഇങ്ങോട്ട് നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അങ്ങനെ ഞങ്ങൾ ഹെർമിറ്റേജ് എന്ന സ്പോട്ടിലെത്തി. ഇവിടെ അത്യാവശ്യം പാർക്കിങ്ങിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 4 പൗണ്ടാണ് പാർക്കിങ്ങിന് വരുന്നത്. 4 പൗണ്ടല്ലേ ബ്രോ? എത്ര കൊണ്ട് വരുന്നു? 4 കൊണ്ടാണ് പാർക്കിങ്ങിന്. പേ പാർക്കിംഗ് ആണ്. നമുക്ക് തന്നെ നമ്മൾ തന്നെ ചെയ്യല്ലേ അല്ലേ, അഡ്മിഷനിൽ വെച്ചിട്ട് അവിടെ പോവാം. പരിപാടിയൊക്കെ വളരെ സിമ്പിളാണ്, കാണിച്ചു തരാം. അതവിടെ ഇവിടെയൊക്കെ ഉണ്ട് പാർക്കിങ്ങിന്റെ സെറ്റപ്പ്. നമ്മളെ എബിൻ ചേട്ടൻ അത് അവിടെ വണ്ടി നിർത്തുന്നുണ്ട്. ഇവിടെ കോയിൻസ് ഓൺലി എന്നാണ് കാണുന്നത്. അപ്പോൾ അവിടെ വേറൊരു പാർക്കിംഗ് ഉണ്ട്, കോയിൻസ് ഓൺലി ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് താഴെ ഒരു പാർക്കിംഗ് കൂടെ ഉണ്ട്, അവിടെ കാർഡ് എടുക്കും. അപ്പോൾ ഞങ്ങളെ കയ്യിൽ കോയിൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ബ്രോ, അത് കുറേ പോണോ? ഇല്ല, നമ്മൾ ഇതുവഴിയാണ് മെയിൻ റോഡ് വന്നത്. ഇത് കുറച്ചും കൂടി താഴോട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ പോയി നോക്കട്ടെ, അവിടെ നിർത്താൻ പറ്റുമോ ഇല്ല എന്നറിയില്ല. അന്ന് ബ്രോ ഒക്കെ വന്ന സമയത്ത് നിർത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത്. വരുന്ന വഴിക്ക് തന്നെ അവിടെ ചെറിയ അരുവിയൊക്കെ കാണാം. അപ്പോൾ ഇവിടെ കാർഡ് എടുത്താൽ നമുക്ക് ഇവിടെ നിർത്താം, ഇല്ലെങ്കിൽ എന്താ വഴി നോക്കണം. ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഇത് ഇവിടെ പേ ചെയ്യണം. അപ്പോൾ ഇവിടെ കാർഡ് എടുക്കും, അതുകൊണ്ട് സുഖം. സംഭവം പരിപാടി ഒന്നുമില്ല. അവിടെ ഒരു ഗ്രീൻ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ എത്രയാണ് പൈസ വരും, നേരെ അടിക്കുക, കാർഡ് വെച്ച് ടാപ്പ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഏകദേശം 4 പൗണ്ടാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഫീ വരുന്നത്. നമ്മുടെ ഹെർമിറ്റേജിന്റെ ട്രെയിനിലേക്ക് ഞങ്ങൾ കയറി അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ പരിചയപ്പെടുത്താൻ വന്നത് ഇതാണ് നമ്മുടെ അബിൻ ചേട്ടൻ്റെ കൊച്ചു വാവ, അതേപോലെ അബ്ജേട്ടൻ്റെ വൈഫ് ഫാൻസി ചേച്ചി. അപ്പോൾ അതാ നമ്മളെ നിക്കി അനന്ത് കളരിക്കാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ നമുക്ക് പോവല്ലേ ഗൈസ്? പോകുന്ന വഴിക്ക് നല്ല നാച്ചുറൽ വൈബാണ്. കയറുമ്പോൾ തന്നെ നാച്ചുറൽ വൈബാണ്. ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ ഇതില്. ട്രെയിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഭാഗ്യമുണ്ട് ഇതേപോലെ സ്ക്യൂറലിനൊക്കെ കാണാമെന്നൊക്കെ പറയുന്നു. അതുപോലെ ഇതിങ്ങനെ ട്രെയിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെ ബ്രോ, പാട്ട് പാടൂ. വെള്ളച്ചാട്ടത്തിൽ
വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് പാടാം നമുക്ക്. ഇവിടെയും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ബ്ലൂബെല്ല് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. അതെ, നമ്മുടെ ആനന്ദേട്ടന് പാട്ടുകാരനാണ്. പുള്ളിക്കാരന്റെ പേരെന്താണ്? ആനന്ദ് സാഗർ മ്യൂസിക് എന്നാണ് പേര്. അതെ, എല്ലാരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ നടന്ന് പകുതി ആകുമ്പോ തന്നെ നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താ പൊടി കേൾക്കുന്നുണ്ടോ? അതേപോലെ ഈ മരത്തിനൊക്കെ വലിപ്പം നോക്ക്, എന്റെ അമ്മോ അല്ലേ. ഇതൊക്കെ എത്ര വർഷം പഴക്കണ്ട എന്റെ അമ്മോ. ഈ മരത്തിന്റെ വലിപ്പം നോക്കി. അങ്ങനെ നോക്ക് ഗൈസ്, മരത്തിൽ ഇങ്ങനെ കോയിൻ അടിച്ച് കയറ്റിയുണ്ടോ? എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല, പക്ഷെ സംഭവം രസമുണ്ട്. എന്തോ ഒരു മരത്തിൽ എന്തോ കോയിൻസ് അടിച്ച് കയറ്റിയാവുന്നു. സംഭവം രസമല്ലേ? എത്ര വർഷത്തെ കോയിൻസ് ഉണ്ടാവും, ഏത് രാജ്യത്തുള്ള കോയിൻസ് ഉണ്ടാവും അറിയില്ല. 4 പോണ്ടല്ലോ നമുക്ക് അവിടെ 4 പോണ്ടല്ലേ പാർക്കിംഗ്. പിന്നെ അവിടുന്ന് 2 കോയിൻ ഇളക്കി കൊണ്ടൊരു പാർക്കിംഗ് അവിടെ തന്നെ ഇട്ടിട്ട് വരാം. ഇങ്ങനെ പോവാണ് കഴിക്കും. ഓരോ മരത്തിന്റെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ എന്റെ അമ്മോ, ഇതൊക്കെ എത്ര വർഷം പഴക്കണ്ടെന്ന് ദൈവത്തിനറിയാം. അതുപോലെ ചെറിയൊരു അരുവി അവിടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുമായിരിക്കില്ലേ? ഇത് കൂടെ സൈക്കിള് നല്ല വൈബാ. ട്രെയിലുണ്ടല്ലോ ഗൈസ്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഫോറസ്റ്റ്, ഏക്കർ കണക്കിന് ഫോറസ്റ്റ് മാൻമെയ്ഡ് ഫോറസ്റ്റ്, അതായത് മനുഷ്യനിർമ്മിതിയിലുള്ള ഫോറസ്റ്റ് എന്നാണ്. നിങ്ങൾ ആരെയും വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം. 17-18 സെഞ്ചുറിയിൽ അന്നത്തെ ഡ്യൂക്ക് ഓഫ് ആന്തോളായ ജോൺ മുറയാണ് ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ഏക്കർ കണക്കിന് ഫോറസ്റ്റ് മരം നട്ടുപിടിപ്പിച്ച് ഒരു വിനോദ കേന്ദ്രമാക്കി മാറ്റിയത്. ഈ ഡ്യൂക്ക് ഓഫ് ആന്തോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാൻ്റെ ഒരു ഹെഡാണ്. അതായത് ഈ അന്നത്തെ കാലത്തുള്ള ഒരു രാജപദവി പോലത്തെ ഒരു സംഭവമാണ്. ഒരു കുലത്തിൻ്റെ ഹെഡാക്കെയാണ് ഈ ഡ്യൂക്ക് ഓഫ് ആന്തോൾ എന്ന് പറയുന്നത്. അപ്പോൾ സംഭവമല്ലേ. അത് മാത്രമല്ല, ഇവിടുത്തെ ഒട്ടുമിക്ക മരവും ഡഗ്ലസ് ഫിർ എന്ന് പറഞ്ഞൊരു മരമാണ്. അതൊരു പൈൻ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു മരമാണ്. ഇതിന് ഭയങ്കര നീളമായിരിക്കും. നമ്മുടെ ബ്രിട്ടനിൽ തന്നെ, അതായത് UK തന്നെ ഏറ്റവും നീളം കൂടിയ മരങ്ങളിലുള്ള സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് ഈ ഒരു ഹെർമിറ്റേജ് പാർക്ക് എന്ന് പറയുന്നു, ഹെർമിറ്റേജ് വുഡ്സ് എന്ന് പറയുന്നു. ഏകദേശം 200 അടി ഹൈറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇരുന്ന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആശ്വസിച്ച് പോവാ. അതാ അവിടെ കുറേ കുട്ടികൾ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, കല്ലൊക്കെ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. നല്ല വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഗൈസ്? പൊളിയല്ലേ. കിടന്ന ഒരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് നോക്ക്. അതേപോലെ അവിടെ ചെറിയൊരു, അതാണ് ഓസിയാൻ എന്തോ ഒരു ഹൗസോ അങ്ങനെ എന്തോ ഒരു സംഭവം കണ്ടു, എന്താണെന്നറിയില്ല. അപ്പം നമുക്ക് ഇവിടെ വന്ന് നോക്കാം. ഈ ബ്രിഡ്ജ് നോക്ക് ഗൈസ്, എന്തൊരു മാജിക്കൽ ഫീൽഡാണ് അല്ലേ. സത്യം പറഞ്ഞ എൻ്റെ അമ്മോ നോക്ക്. വെള്ളച്ചാട്ടം നോക്കുക കഴിച്ചാൽ വെള്ളമൊക്കെ പോയിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വന്നോണ്ടോ ഇവിടെയൊക്കെ. എന്ത് രസമല്ലേ വെള്ളച്ചാട്ടം നോക്കുവാവേ. അതേപോലെ ഈ ഒരു ബ്രിഡ്ജ് നോക്ക്, എന്തൊരു മാജിക്കൽ ഫീൽഡാണ് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ ബ്രോ. താഴെ പോയാൽ ഡിം അവിടെ അവിടെ ഒരു ഗുഹ പോലത്തെ സംഭവം ഉണ്ടല്ലേ. എന്താ പൊളിയാ. വെള്ളത്തിന്റെ കളറൊക്കെ നോക്ക്, അടിച്ച് പതച്ചങ്ങോട്ട് പോവാണോ. അതേപോലെ ഇവിടെ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ളൊരു പായലാണ്. അതുകൊണ്ട് ഇതിങ്ങനെ കമ്പിളിപ്പത് പോലെ ഉണ്ട്. എന്ത് രസാ. അതേപോലെ ഇവിടെ ഇങ്ങനെ ഇതൊരു കെട്ട് കല്ലും കൊണ്ടാണ് ഫുള്ള് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. അതേപോലെ ഇവിടെ ഇങ്ങനെ ഇരുമ്പിന്റെ സാധനങ്ങൾ ഇവിടെ അടിച്ചിങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ എത്ര കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, കാരണം നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അതല്ല ബാക്കിൽ വെള്ളച്ചാട്ടം കണ്ടു. പൊളിയല്ലേ, അടിപൊളിയല്ലേ. നമ്മുടെ ഗായ്സ് ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതേപോലെ ഈ വെള്ളച്ചാട്ടം അടിച്ച് പതച്ചിങ്ങനെ പതയായിട്ട് അതായത് കൂടെ ഇങ്ങനെ കണ്ടില്ലേ കലങ്ങിയിട്ട് മിൽക്ക് ഷേക്ക് അടിച്ച പോലെ ഇങ്ങനെ ഫ്രോത്ത് കണ്ടില്ലേ അവിടെ ഇങ്ങനെ. ആ ബ്രിഡ്ജ് അതിൽ കൂടെ അങ്ങനെയൊക്കെ പോയി വന്നില്ല. ഇനി ഇതിൽ കൂടെ ഒന്ന് കടന്നു നോക്കട്ടെ. അവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. എന്താ സംഭവം ഇവിടെ ഇതുകൊണ്ടൊക്കെ ഫെയറി ടൈം, ഒരു ഫെയറി ടൈം വൈബോട്ടോ. അങ്ങനെ പോകും. അവിടെ ഒരു ചെറിയൊരു നമ്മളെ നാട്ടിലെ ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയ പോലത്തെ ഒരു ചെറിയൊരു കൂടാരം പോലത്തെ സംഭവം ഇങ്ങനെ കാണുന്നുണ്ട്.
അപ്പോൾ ഞാൻ നോക്കി നോക്കാം. നമ്മൾ വന്ന വഴി, പക്ഷെ നമ്മൾ അവിടുന്ന് വഴി തെറ്റിയിട്ട് ഇങ്ങനെ കറങ്ങി ആ ബ്രിഡ്ജ് ഇങ്ങനെ വന്നതാണ്. നമ്മളെ ഗായ്സ് ഒക്കെ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ഇതെന്തോ ഓഷ്യൻ ഹോൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വെഡിങ് ഈസ് ടേക്ക് പ്ലേസ് ഹിയർ ഇൻ ഓഷ്യൻ ഹോൾ ടുഡേ പ്ലീസ് റെസ്പെക്ട് ദെയർ സ്പെഷ്യൽ ഡേ നോട്ട് എൻട്രിങ് ഡ്യൂറിങ്. അതായത് വെഡിങ് അവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അവരെ പ്രൈവസി മാനിക്കണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഒരു പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തും ഉണ്ട് പെയിന്റിങ്സും കാര്യങ്ങളും. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇവിടെ നമ്മളിങ്ങനെ തുറന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്പാ ഇത് നോക്ക്, അടിപൊളി. ബ്ലാക്ക്ലിംഗ് ഫോൾസ് കേട്ടോ ഈ ഒരു വാട്ടർഫോൾസിന്റെ പേര്. അതേപോലെ ഈ വാട്ടർഫോൾസിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. എന്താ പുളിയർ. അപ്പം നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് കയറിയ ഈ ഒരു ചെറിയൊരു ഹട്ട് പോലത്തെ ഒരു കൂടാരം ആണ് ഈ ഓഷ്യൻ ഹോൾ എന്ന് പറയുന്നത്. ഇത് 1700 കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്യൂക്കിൻ്റെ നേതൃത്വത്തിൽ, ഡ്യൂക്ക് ആന്തോളിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വാട്ടർഫോളിൻ്റെ നല്ല അടിപൊളി വ്യൂവും കിട്ടും. അത് മാത്രമല്ല കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഏരിയ കേട്ടോ ഈ ഹെർമിറ്റേജും അതേപോലെ ഈ ഒരു ഓഷ്യൻ ഹോൾ എന്ന് പറയുന്നത്. ഒന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ മഞ്ഞുമൽ ബോയ്സ് ആയിപ്പോവും, താഴേക്ക് പോവും. ഫുള്ള് ചളിയാ. ശ്രദ്ധിച്ച് ഓ ഫുള്ള് ചളിയാ. എല്ലാ സ്ഥലത്തും ഇതേപോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കാം. ഇവിടെ ഉണ്ടല്ലോ മരത്തിന്റെ അടിയിൽ കോയിൻസ് അടിച്ച് കയറ്റുന്നുണ്ടല്ലേ. ഇത് എന്ത് സംഭവം എന്തിനാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഇതാണ് നമ്മൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയല്ല? വെള്ളച്ചാട്ടത്തിന്റെ മേലെ കല്ലെറിഞ്ഞിട്ട് ആനന്ദം കാണുന്ന ആനന്ദേട്ടനെയും കാണാം. അതേപോലെ നമ്മുടെ എബിൻചേട്ടനെയും കാണാം. കല്ലെറിഞ്ഞത് മത്സരമാണ് അവിടെ. അങ്ങനെ നമ്മൾ ഹെർമിറ്റേജ് കണ്ടു. എത്രയേ ഉള്ളൂ ഹെർമിറ്റേജ്. എന്നാലും സംഭവം അടിപൊളിയാണ്. നമ്മളെ എബിൻചേട്ടൻ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ അവരതിൽ കയറി നമ്മൾ അതിൽ കയറിയിട്ട് എവിടെയെങ്കിലൊക്കെ പോകണമെന്നുണ്ട്. വാറ്റാണി പോവും, ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ പോവും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു ഷോർട്ട് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ടടുത്ത സ്ഥലത്ത് പോയപ്പോൾ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.